പെണ്ണാണെന്ന് പറയുമ്പോൾ അവരാദ്യം ഇങ്ങനെ നോക്കും, ബ്രസ്റ്റ് ഇല്ലല്ലോ അങ്ങനെ നോക്കും. അതാണ് പെണ്ണിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ മുടിയും കൂടി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, എന്തെങ്കിലുമൊക്കെ പറച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കും. അവരുടെ ചോദ്യത്തിൽ ആദ്യം ചോദിക്കുമ്പോൾ പെണ്ണാണെന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടാണ് നോക്കുക. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എല്ലാവരുടെ മുന്നിൽ. മീൻസ് ചെറുക്കനാണെന്നുള്ളത് എവിടെ ചെന്നാലും. കുട്ടിക്ക് പെണ്ണായിട്ട് നടന്നൂടെ എന്ന് ചോദിച്ചാലോ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, ബന്ധക്കാർ ചോദിക്കുന്നുണ്ട്, കൂടെ പഠിച്ചവര് ജോലി ചെയ്തവര് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ല. എന്നെ മനസ്സിലാക്കിയതുകൊണ്ട്, കുറേയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട്. മൊത്തത്തിലില്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അകപ്പാടെ ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നു, വണ്ണമില്ല, ബ്രസ്റ്റ് ഇല്ല എന്നൊരു കമന്റുകൾ മാത്രമേ എനിക്ക് വരാറുള്ളൂ. എനിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. വേറൊരാളെ ഇപ്പം മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് അയാളുടെ ലൈഫ് കളയാൻ പറ്റൂലല്ലോ. വീട്ടുകാർക്കാണെങ്കിൽ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഒരു ചെറുക്കൻ്റെ ലൈഫ് കളയാൻ പറ്റൂല അറിഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാനിങ്ങനെ തന്നെ പൊക്കോളാം, എനിക്കിതാണ് സേഫ്, എനിക്കിതാണ് ഇഷ്ടം. അമ്മയ്ക്ക് ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു ഷോക്കായി പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞപ്പോഴത്തേക്ക് ഷോക്കായി പോയി. അച്ഛൻ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുക ഇത് കണ്ടാൽ. നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഗ്രോത്ത് ഇല്ല, വളരുന്നില്ല. ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയാണോ യൂട്രസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഒരു ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പീരീഡ്സ് ഒന്നും ആവില്ല, കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. ഇത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ വലിയ പ്രശ്നവും വേറൊന്നുമല്ല. എനിക്കിപ്പം ഞാൻ ഒരു ദൈവവിശ്വാസി അല്ല. അങ്ങനെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അന്നൊന്നും വലിയ ലുക്കില്ലാത്തതുകൊണ്ട് സെറ്റായില്ല. ഇന്ന് വലിയ ലുക്കാണ്. ഓ താങ്ക് യു. പെൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ ആധാർ കാർഡും കൊണ്ട് നിരന്തരം നടക്കുന്ന ഫേബ മാത്യു ആണെന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഹായ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. പലരും ചോദിക്കുന്നു പെണ്ണാണോ ട്രാൻസ് ആണോ എന്താണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് പലരും ചോദിക്കുന്നതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു. അതിൽ ഒരാളുടെ കമൻ്റാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. കാരണം പലയിടത്തും അവൾക്ക് പെണ്ണാണെന്ന് പറയാൻ വേണ്ടി ആധാർ കാർഡ് കാണിക്കേണ്ടി വരുമെന്ന്. ഇത് പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. അത് കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട്. മീൻസ് ഇത് കുറച്ച് പീക്കായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ലാസ്റ്റ് സിനിമയ്ക്ക് പോയിരുന്നു ഒരു 3 മാസം മുമ്പ്. പോയി ഇൻ്റർവെൽ ആയപ്പോൾ ബാത്റൂമിലേക്ക് പോകാനായിട്ട്. ഞാൻ സാധാരണ അങ്ങനെ പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യാറില്ല, പേടിച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് തന്നെ ചേച്ചിമാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക. ചേച്ചിമാർ, പിള്ളേർ, പ്രായമായ അമ്മച്ചിമാർ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതായത് ഈ ചെറുക്കൻ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാതെ ബാത്റൂമിലോട്ട് കയറി. അപ്പോൾ പുള്ളിക്കാരി ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ എന്താ ചേച്ചി ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ചെറുക്കന്മാരുടെ ബാത്റൂമൊക്കെ അപ്പുറത്ത് ഇറങ്ങാൻ പറഞ്ഞു. പറഞ്ഞു ഞാൻ പെങ്കൊച്ച. അപ്പം എൻ്റെ ആധാർ കാർഡൊന്നും ഇല്ല, കയ്യിലൊന്നുമില്ല, ഫോൺ മാത്രമേ ഉള്ളൂ, ഫോണിലില്ലായിരുന്നു. ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പെങ്കൊച്ച, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല, തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാനങ്ങ് ഇറങ്ങി. പിന്നെ ബാത്റൂം പോകണമെന്ന് ഇതായി നിന്നതുകൊണ്ട് ഞാൻ നേരെ ആണുങ്ങളുടെ ബാത്റൂമിൽ കയറി, എന്നിട്ട് തിരിച്ച് സിനിമ കയറി. ഇത് ശരിക്കും ഒരു അവസ്ഥയാണ്, രോഗാവസ്ഥയാണ്, ശാരീരികമായ ഒരു അവസ്ഥയാണ്. പക്ഷെ പലരും ഇതിനെ ഇപ്പം തന്നെ നമ്മുടെ നാട്ടില് നിരന്തരമായ ഐഡന്റിറ്റി വെളിവാക്കിക്കൊണ്ട് ഓരോ മനുഷ്യരും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതൊരു കളിയാക്കലും കൂടിയാണ് ഒരു തരത്തില്. അതായത് നീ ട്രാൻസ് ആണല്ലേ, അതായത് ട്രാൻസ് ആണോ എന്ന് ചോദിക്കുന്നത് വലിയ ഇതായിട്ടല്ല, നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല, നമുക്ക് ആ വേർഡിങ്ങിൽ തന്നെ അറിയാം ഇന്നതാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യര് നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ നിങ്ങളെ മനുഷ്യരായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആരും ഈ ചോദ്യം ചോദിക്കത്തില്ല. അപ്പൊ ഈ പറയുന്ന ഇതൊരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞു. ശരിക്കും മോളുടെ അവസ്ഥ എന്താണ് ഒന്ന് പറയാമോ? പറയാം. അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും കൂട്ടുകാരി പെൺപിള്ളേർക്കെല്ലാം പീരീഡ്സ് ആയി. സോ എന്നോട് കൂട്ടുകാരൊക്കെ ചോദിക്കും നിനക്ക് പീരീഡ്സ് ഒന്നും ആയില്ലേ? ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ എന്തെങ്കിലും ലേറ്റ് ആവുമായിരിക്കും, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ലേറ്റ് ആയി വന്നാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയിട്ടും എനിക്ക് പീരീഡ്സ് ഒന്നും ആയില്ല. അങ്ങനെ അപ്പോൾ വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു ചിലപ്പം എനിക്ക് താമസിച്ചാണ് വന്നത്, നിനക്കും താമസിച്ചായിരിക്കും വരിക. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു +2 കഴിഞ്ഞിട്ടും ആയിട്ടില്ല. അത്രയും നാൾ വെയിറ്റ് ചെയ്തു. അതൊരു വന്നൊന്നര വെയിറ്റ്. കാരണം ഇന്നൊക്കെ ആ പീരീഡ്സ് എന്ന് പറയുന്നത് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നൊരു സമയമാണ്. ഇത് കുറേ നാൾ മുമ്പല്ലേ. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കൊന്ന് MRI സ്കാൻ എടുത്ത് നോക്കാം, എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ചെത്തിപ്പുഴ ആശുപത്രി പോയി നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഗ്രോത്ത് ഇല്ല, വളരുന്നില്ല. ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയാണോ യൂട്രസ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഒരു ഇതായിട്ടായിരിക്കുന്നത്, ശരീരത്തിനൊത്ത് വളരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പീരീഡ്സ് ഒന്നും ആവില്ല, കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. ഇതിൻ്റെ വേദന അനുഭവിക്കേണ്ട, മാസം പാട് മേടിക്കണ്ട, കപ്പ് മേടിക്കണ്ട,
സോ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് കുറച്ച് വിഷമമായി കേട്ടപ്പോഴത്തേക്ക്. അമ്മമാരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫാമിലി, മക്കൾ, കൊച്ചുമക്കൾ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലേ. അമ്മയ്ക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആവട്ടെ, നീയായിട്ട് തന്നെ ഇരിക്കും, നമുക്കതിൽ വിഷമിച്ചിരുന്നിട്ട് എനിക്ക് കാര്യമില്ല, മുന്നോട്ടുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ അമ്മ ഓക്കെയാണ്. ചെറുപ്പം മുതലേ ഈ ശരീരപ്രകൃതി തന്നെയായിരുന്നു? അതെ. അപ്പൊ ഇപ്പം ഇതിനകത്തൊരു സംശയം, ഇപ്പൊ നമ്മളിത് കാണുന്നവരാണേലും പറയും, ശരി പെണ്ണാണല്ലോ, എന്നാ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടുകൂടെ എന്ന് ചോദിക്കും. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം അവരാണ് കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്നാ പിന്നെ പെണ്ണാണെന്ന് കാണിക്കാൻ മുടി നീട്ടി വളർത്തിയിട്ട് കമ്മലൊക്കെ ഇട്ട്, അത് അറിയത്തില്ലല്ലോ, നമുക്കല്ലേ അറിയത്തുള്ളൂ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആവില്ല, എനിക്ക് ഭാവിയിൽ ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട്, കുട്ടിക്ക് പെണ്ണായിട്ട് നടന്നുകൂടെ എന്ന് ചോദിച്ചാലോ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, ബന്ധക്കാർ ചോദിക്കുന്നുണ്ട്, കൂടെ പഠിച്ചവര്, ജോലി ചെയ്തവര് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ല. എന്നെ മനസ്സിലാക്കിയതുകൊണ്ട്, കുറേയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട്, മൊത്തത്തിലില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ സ്കൂൾ യൂണിഫോമും പിന്നെ ഡിഗ്രി പഠിച്ച സമയത്ത് ലെഗിൻസും കുറച്ച് ചുരിദാറിൻ്റെ ടോപ്പും അല്ലാതെ ഞാൻ ഈ ലൈഫിൽ ഇതുവരെ പെൺപിള്ളേരുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഒരു 3ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള സമയം വരെ ഫുൾ ഞാൻ ഒരു അത്ലറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫുൾ ടൈം പ്രാക്ടീസ്, വർക്കൗട്ട്, പിന്നെ എന്താ ഷോർട്സ്, ടീഷർട്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ അതുമായിട്ടങ്ങ് ശീലിച്ചു. പിന്നെ ഞാൻ കളിച്ച് വളർന്ന മുഴുവൻ ആമ്പിള്ളാറുകൂടെയാണ്. എൻ്റെ വീടിനടുത്തുള്ള ആണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും എല്ലാം കളിച്ച് വളർന്ന മൊത്തം ആമ്പിള്ളാറുകൂടെയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള അളിയ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ അതിൽ അങ്ങനെയാണ് എൻ്റെ ഡ്രസ്സിങ്സ്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ 100% കംഫർട്ടബിളാണ്. എനിക്കിതാണ് സേഫായിട്ട് തോന്നുന്നത്, കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. ഞാൻ ഇതിൽ ഞാനാണ്. ഇത് മാറിയാൽ ഞാനല്ല. ഇതിനകത്ത് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, സേഫാണ്. അതെ, പെൺകുട്ടിയാണ്, സേഫാണ്. അതെന്താണ് അത്രയും ഇതായിട്ട് പറയാൻ കാരണം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പം ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഏതാണ്ട് 3.5 വർഷമായി. 3.5 വർഷമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും പുറത്തൊക്കെ പോകും. അപ്പോൾ എനിക്ക് തന്നെ ഹോസ്റ്റലിൽ ഇരുന്ന് ബോറടിക്കുമ്പോഴാണെങ്കിലും ഞാൻ പുറത്ത് പോകും. അപ്പോൾ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വെളുപ്പിന് 3 മണിക്ക് 4 മണിക്ക് പാലാരിവട്ടത്തും ചങ്ങമ്പുഴ പാർക്കിലും എടപ്പള്ളിയിലും ഇതിലൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കും. ഒരു പോകുമ്പോഴത്തേക്ക് ഒരു ചെറുക്കം പോകുന്നു, അത്രേ ചിന്തിക്കുള്ളൂ. അപ്പം അങ്ങനെ ആരും ശല്യപ്പെടുത്താനും ഒരു തവണ വന്നിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ശല്യപ്പെടുത്താനോ ആരാണ്, എന്താണ് ഈ സമയത്ത് ഇവിടെ, എന്താണ് അങ്ങനൊന്നും ചോദിക്കാനോ ഒന്നും ഇതുവരെ ആരും വന്നിട്ടില്ല. ഒരു പെണ്ണായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കില്ല. ഒരു പെണ്ണായിരുന്നെങ്കിൽ അല്ല, ആക്ച്വലി പെണ്ണാണ്. ഞാൻ തിരുത്തുന്നു, വാചകം തിരുത്തുന്നു. അവർക്ക് നോട്ടത്തിൽ ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ വളർത്തി കമ്മലൊക്കെ ഇട്ട ഒരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ശല്യം ഉണ്ടായേനെ. പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ട് കൂളായിട്ട് വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ചുമ്മാ നടക്കാൻ പോകും. അപ്പം ഞാൻ ഇതിൽ സേഫാ. ഇപ്പം വീട്ടിൽ ഒറ്റ മോളാന്ന് പറഞ്ഞു. അതെ. അപ്പം ഈ പറയുന്ന പോലെ അവർക്കിത് നമ്മൾ സാധാ നാട്ടിൻപുറത്ത് വാഗത്താനം അല്ലെ, കോട്ടയം വാഗത്താനം, അവർക്കൊന്നും ഈ പറയുന്ന ഇപ്പോഴത്തെ മെഡിക്കൽ ഫെസിലിറ്റി പോലും അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ അപ്പനും അമ്മ എങ്ങനെ ഇത് തരണം ചെയ്തത്? അമ്മയ്ക്ക് ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു ഷോക്കായി പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞപ്പോഴത്തേക്ക് ഷോക്കായി പോയി. അച്ഛൻ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുക ഇത് കണ്ടാൽ. അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മീൻസ് എൻ്റെ എക്സ്റേ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് വിഷമം വേറൊന്നുമല്ല. മീൻസ് മകളെ കെട്ടിച്ചു വിടണം, കൊച്ചുണ്ടാവണം, കൊച്ചുമക്കൾ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക്. അതില്ലാന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉറപ്പായിട്ടും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോയപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, നീയായിട്ട് തന്നെ ഇരുന്നു, അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിനക്ക് ഇങ്ങനെയാണ് ഓക്കെങ്കിൽ നീ ഇങ്ങനെ പോട്ടെ. ഈ പറഞ്ഞ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും? ട്രീറ്റ്മെന്റ് ഇത്ര ഒരുപാട് ടെക്നോളജിക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയല്ലോ, എവിടെയെങ്കിലും അന്വേഷിച്ചിരുന്നോ? ഇല്ല, അന്വേഷിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അന്ന് തന്നെ ഡോക്ടർ ഇതോട് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം +2 കഴിഞ്ഞല്ലോ. മീൻസ് ഒരു ഏജ് ഉണ്ടല്ലോ ഇതിനൊക്കെ നമുക്ക്. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മേ ബി കുറേയൊക്കെ മരുന്ന് കഴിച്ചു നോക്കി, എന്നിട്ടും വലിയ മാറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മേ ബി വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ലായിരിക്കാം, എങ്കിലും മരുന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് കഴിച്ച് നോക്കിയത്. അപ്പോഴും ഒന്നും മാറ്റം വന്നില്ല, പീരിയഡ്സ് ഒന്നും ആയില്ല, ബോഡിയിൽ മാറ്റങ്ങളൊന്നും വന്നില്ല. അപ്പം ഞാനും വിചാരിച്ചു എനിക്കിതാണ് സേഫെങ്കിൽ ഞാനിങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, പക്ഷെ എന്നാലും ഒരു സ്ത്രീയുടെ ശരീരമാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ എന്നല്ല, നമുക്ക് സ്ത്രീയുടെ ശരീരമാണ്. ബാക്കി ഈ പറയുന്ന പീരിയഡ്സ് ആയില്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ എനിക്കതിൻ്റെ ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല, ആയില്ലെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കണം, ഇതെല്ലാം പറയുന്നുണ്ട്. അത് നടക്കാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ശാരീരികമായിട്ടുള്ള വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുമായിട്ട് നേരിടുന്നുണ്ടോ? കാരണം നമുക്ക് പീരിയഡ്സ് ആയി പോകണം എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇതുവരെ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകപ്പാടെ ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നു, വണ്ണമില്ല, ബ്രസ്റ്റ് ഇല്ല എന്നൊരു കമൻറ്റുകൾ മാത്രമേ എനിക്ക് വരാറുള്ളൂ. എനിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇച്ചിരി കൊള്ളായിരുന്നു,
അങ്ങനെ ഒരു തോന്നൽ മാത്രമേ തോന്നിയിട്ടുള്ളൂ. മീൻസ് വണ്ണം വെച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയത് ഈ ആൾക്കാരുടെ സംശയം കൊണ്ടാണ്. ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ലായിരുന്നു. മുടിയും കൂടെ വെട്ടിയപ്പോഴത്തേക്ക് ഒരു പക്ക ആണായിപ്പോയി. മുടി ഉണ്ടായിരുന്നു, എനിക്ക് നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിൽ വരുമ്പോഴും മുടിയുണ്ട്. ജോലിക്ക് കയറി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുടി കംപ്ലീറ്റ് ആയിട്ട് മുടി വെട്ടുന്നത്. മുടി വെട്ടിയിട്ട് ഇപ്പം എവിടെ ചെന്നാലും ഒരു ചെറുക്കൻ അറിയാത്തവരാണെങ്കിൽ അല്ല ചെറുതായിട്ട് മീശയുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഉണ്ട്, നമ്മളതൊക്കെ അതിന് വാക്സിൻ ചെയ്തും ചികിത്സങ്ങ് പോകുന്നു ഉണ്ട്. അത് ഹോർമോൺ നമുക്കുണ്ടല്ലോ, ചില ഹോർമോണിന്റെ വ്യത്യാസമാണ് നമ്മുടെ ദേഹം മുഴുവൻ രോമം എന്ന് പറയുന്നത്. ചെറുതായിട്ടുണ്ട്, അത് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ, അതെന്റെ അമ്മയ്ക്കും ഉണ്ട് ചെറുതായിട്ട്. അമ്മയ്ക്കുണ്ട്, വല്യമ്മയ്ക്കുണ്ട്, അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഹോർമോണിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. അല്ല ഞാൻ ഭാവിയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കല്യാണം എന്നുള്ളൊരു പ്രോസസ്സ് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. അങ്ങനെയെങ്കിൽ കല്യാണത്തെ കുറിച്ചുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? കാരണം നമ്മൾ എല്ലാവരും എല്ലാം അഡാപ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു പേടിയുണ്ടോ? എന്താ ലൈഫിനെ നോക്കിക്കാണും? ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ നിലവിൽ ജോലി ചെയ്യണം, കാശുണ്ടാക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും വ്ളോഗ് ചെയ്യുന്നുണ്ട്, ട്രാവൽ വ്ളോഗ്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോകും, അത് വ്ളോഗ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലിടും. സോ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് കല്യാണമൊന്നും കഴിക്കുന്നൊന്നുമില്ല. അച്ഛനെ അമ്മയെ സേഫ് ആക്കുക, നല്ലൊരു ജോലി ആയി എബ്രോഡ് പോയി അച്ഛനെ അമ്മയെ ഒന്ന് സേഫ് ആക്കുക, ഒരു വീട് വെക്കുക. സ്വന്തമായി വീടുണ്ട് എങ്കിലും എനിക്കൊരു വീട് അങ്ങനെ വെച്ചിട്ട് അവർ രണ്ടുപേരും ഒന്ന് സേഫ് ആക്കുക. ദെൻ ഒന്ന് ട്രാവൽ ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള ലൈഫിൽ ഇവിടെ ഹാപ്പിയാണ്. വേറൊരാളെ ഇപ്പം മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് അയാളുടെ ലൈഫ് കളയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വീട്ടുകാർക്കാണെങ്കിൽ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഒരു ചെറുക്കൻ്റെ ലൈഫ് കളയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട്, അറിയാതെ ആണെങ്കിൽ പോട്ടെ എന്ന് നോക്കാം, അറിഞ്ഞുകൊണ്ട് ഒരു ചെറുക്കൻ്റെ ലൈഫ് കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാനിങ്ങനെ തന്നെ പൊക്കോളാം, എനിക്കിതാണ് സേഫ്, എനിക്കിതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിൽ നിൽക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വേറൊരാളുടെ അടുത്തേക്ക് മനഃപൂർവ്വം ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കുവോ വേറൊരു ഫാമിലിയിലോട്ട് ചെന്ന് കയറുകയോ ചെയ്യുകയാണെങ്കിൽ അതവരെ ചതിക്കുന്ന പോലെ ആവില്ല. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ പോകും. ഒരുപാട് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ കൂടുതലും ഇങ്ങനെ അവരുടെ ബോഡി ഭയങ്കര ഫിറ്റും ആയിരിക്കും, അവരങ്ങനത്തെ ഡ്രസ്സായിരിക്കും കൂടുതൽ കംഫർട്ട്. കാരണം അവർക്ക് ആ ചെറുതിലെ മുതലുള്ള ഒരു ഏറ്റവും കൂടുതൽ ട്രാക്കിൽ ഓടുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതൊരു കംഫർട്ടാണ്. പക്ഷേ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഫേബയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഇപ്പം ഓക്കെ ഒരു പെണ്ണായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ തന്നെ വന്നപ്പോൾ മുതൽ ഫെബ കാണുന്ന എന്തൊക്കെ മേക്കപ്പായിട്ട് കുറേ നേരം എടുത്ത് തന്നു ഈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാൻ എപ്പോഴെങ്കിലും ഓക്കെ നമുക്കൊരു എന്തൊക്കെയാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവുമോ അതോ ഇല്ല, അതോ പൂർണ്ണമായിട്ടും ഞാൻ ഇത് തന്നെയാണ്? ഇല്ല, ഞാൻ നാച്ചുറലി എങ്ങനെയാണോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ. മീൻസ് ആകപ്പാടെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടാൻ മാറാനായിട്ട് വല്ലതും തേച്ചിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല. പൗഡർ ഇടാറില്ല, മേക്കപ്പ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് എൻ്റെ ഫേസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആൾക്കാർ കണ്ടോട്ടെ. അല്ല ഒരുങ്ങി നടക്കാൻ, അതായത് പെണ്ണുങ്ങളെ പോലെ ഒരുങ്ങി ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് തന്നെ സ്കൂൾ യൂണിഫോമും പിന്നെ ഡിഗ്രി പഠിച്ച സമയത്ത് ചുരിദാറിൻ്റെ ഒരു ടോപ്പ്, ലെഗിൻസ്, ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ എവിടെ പോയാലും ഷർട്ടും ജീൻസും തന്നെ ഇടാറുള്ളൂ. ഷർട്ടും ജീൻസും കൂടെ ഉള്ളവരൊക്കെ കളിയാക്കിയിരുന്നു അന്നൊക്കെ ഇങ്ങനെ, കാരണം അന്നൊക്കെ നമ്മളുടെ ഇതില് ചെറുത വർത്തമാനങ്ങളുണ്ടല്ലോ, എന്തായാലും നിനക്ക് മാത്രം ഇല്ലാത്ത, ചിലവർ പറയും നീ ഭാഗ്യവതിയാ കാരണം മാസം പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ പേര്. ഇപ്പം പിള്ളേരൊക്കെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴാണെങ്കിൽ പറയും എനിക്ക് പീരീഡ്സ് എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല. പുറത്തൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ വരുന്നില്ല. അപ്പം എന്നോട് പറയും നിനക്ക് സുഖമല്ലേ, ഒന്നും അറിയണ്ട, വേദന അറിയണ്ട, ഒന്നും ചെയ്യണ്ട, മാസാമാസമുള്ള ബുദ്ധിമുട്ടൊന്നും അറിയണ്ട, സുഖമാണ്, നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു. ഇല്ല അതും ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഞാൻ പറഞ്ഞില്ല ആ രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കാം എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? കാരണം ഇന്നിപ്പം മേയുടെ ഇതാണ്, ജെമിനിയോട് ചോദിച്ചാൽ മനസ്സിലാവും ഇത് എവിടെയെങ്കിലും ക്യൂർ ആക്കാൻ പറ്റുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി പിന്നെ ഒന്നും അന്വേഷിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല, ആരെയും കൺസൾട്ട് ചെയ്തിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ വേണ്ട, ഇത് വേണ്ട, പീരീഡ്സ് വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ വേദന വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. എനിക്ക് ഇതിന് ശാരീരികമായ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് പോട്ടെ.
അടിച്ചു പൊളിച്ച് പോട്ടെ എന്ന് തന്നെ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഫേബയൊക്കെ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസിയാണല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആവുന്നത്? കാരണം അവിടെയും ഉണ്ടല്ലോ കുറച്ച്, അതൊരു വലിയ ചോദ്യമാണ്. അല്ല ഞാനിത് പെന്തക്കോസ്റ്റൽ ആണെന്ന് മനസ്സിലാക്കിയത് ഇപ്പം ആരോണ്ടോ ഫോണിൽ സ്തോത്രം എന്ന് പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് എനിക്ക് ക്ലിക്കായത്. അപ്പോഴാണ് എനിക്ക് ഈ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. മതപരമായിട്ട് ചോദിക്കുന്നതല്ല, കാരണം ഇവിടെ ഇങ്ങനെയും ഒരു അവിടെയും ഉണ്ടൊരു എല്ലാ മതങ്ങളിലും വളരെ ചുരുങ്ങിയ ഇതിൽ മാത്രമേ ഉള്ളൂ നിഷ്കർഷിക്കുന്നുള്ളൂ എങ്ങനെ നടക്കണം എന്നുള്ളത്. പക്ഷെ ചില മതങ്ങളിൽ തീർച്ചയായിട്ടും അത് എങ്ങനെ നടക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ വലിയ പ്രശ്നവും. വേറൊന്നുമല്ല, എനിക്കിപ്പം ഞാൻ ഒരു ദൈവവിശ്വാസി അല്ല. മീൻസ് ഞാനായിരുന്നു പെന്തക്കോസ് കുടുംബത്തിൽ തന്നെ ജനിച്ച് വളർന്നതൊക്കെ. പള്ളിയിൽ പോകുമായിരുന്നു, പള്ളിയിലെ യൂത്തിന് സെക്രട്ടറി ആയിരുന്നു, BBS നടത്തുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഡിഗ്രി ലെവലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്നൊരു സാധനം അങ്ങ് പോയി. കുറ്റം പറഞ്ഞല്ല, ആരും അങ്ങനെ എടുക്കരുത്, എല്ലാവർക്കും ഓരോരോ താല്പര്യങ്ങളാണല്ലോ. തീർച്ചയായും. പക്ഷേ എൻ്റെ അപ്പനും അമ്മയൊക്കെ മുടങ്ങാതെ പള്ളി പോകും. എന്നോട് ചില സമയത്ത് നാട്ടിൽ ചെല്ലുമ്പോൾ പള്ളി വരാനൊക്കെ പറയും. ആദ്യമൊക്കെ വഴക്കുറയായിരുന്നു, നീ പള്ളി വരാതിരുന്ന എങ്ങനെയാണ് ശരിയാവുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവർ പോകുന്നതിനോടോ അവർ പ്രാർത്ഥിക്കുന്നതിനോടോ ഒന്നും എനിക്ക് യാതൊരുവിധ ഒന്നുമില്ല. ആര് പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും അത് അവരുടെ ഇഷ്ടം, അത് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അവർ പോയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ അങ്ങനെ നാട്ടിപ്പോക്ക് കുറവായതുകൊണ്ട് പള്ളിയിലും പോകുന്നത് കുറവായിരുന്നു. അതിനുശേഷമാണ് മുടി വെട്ടിയത്, കയ്യിൽ ടാറ്റു അടിച്ചത്, ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ട്, കമ്മല് വൻ സീനാവൂല. പിന്നെ തീർച്ചയായിട്ടും. അപ്പം വൻ സീനാണ് എങ്കിലും ഞാൻ ചില സമയത്ത് നാട്ടിലൊക്കെ ചെല്ലുമ്പം എൻ്റെ കൂടെ പള്ളിയിലുണ്ടായിരുന്നവർ അല്ലെങ്കിൽ വേറെ പെന്തക്കോസ്ത് ഇതിൽ പോകുന്ന പിള്ളേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നടന്നാൽ മതിയായിരുന്നു. മീൻസ് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ, ചെയ്യാൻ പറ്റാതെ. അത് അവരുടെ വിശ്വാസമാണ് കേട്ടോ, ഞാൻ ചോദ്യം ചെയ്യുന്നതല്ല. അപ്പം ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു, മുടിയൊക്കെ വെട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, കയ്യിലൊരു ടാറ്റു ഒക്കെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പറയും, ഞാൻ പറയും അത് കുഴപ്പമില്ല, അത് ഞാനെന്തായാലും പുറത്തോട്ട് പോയി, ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നു, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് പറയുമ്പം സഭ വിശ്വാസം അങ്ങനെയൊക്കെ പോകുന്നവരാ, അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസം, ഞാനിത് വിട്ടതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഫെബ മാത്യു എന്നുള്ള പേര് കേട്ടപ്പോൾ ആദ്യം ഒരു സംശയം തോന്നി. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഫെബയുണ്ട്, ടീച്ചറാണ്, ഇപ്പൊ US സെറ്റിൽഡ് ആണ്. അപ്പം പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ കമ്മല് പോലും ഇടാൻ പറ്റത്തില്ല, അവിടെയാണ് അപ്പൊ പിന്നെ സ്വർണം അല്ല, ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. പല ടൈപ്പ് ഉണ്ടല്ലോ, പല ടൈപ്പ് ഉണ്ട്, ചെയ്യുന്നവരുണ്ട്, ഇടുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് ഇടാൻ പാടില്ല, പക്ഷെ ഞാനിടും. അങ്ങനെ പോകുന്നു. ഫേസ്ബുക്ക്. ഫേബ ശരിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത്? എറണാകുളത്ത് വന്നു എന്ന് പറഞ്ഞു, ഫേബ എന്ത് ചെയ്യുന്നു? എറണാകുളത്ത് എന്തിനു വന്നു? ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടൊരു 3.5 വർഷമായി എറണാകുളത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ വൈറ്റിലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കൗണ്ട്സ് പഠിക്കുകയായിരുന്നു. ഒരു 6 മാസത്തെ കോഴ്സ്. പഠിക്കാനൊക്കെ പോകാൻ മടിയായിരുന്നു, പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് ജോലി കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. ആ സമയത്തൊക്കെ നല്ല പട്ടിണിയായിരുന്നു, 3 നേരം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവിടെ പലാരിവട്ടത്ത് തന്നെ കഞ്ഞിയും കറി എന്ന് പറയുന്നൊരു കടയുണ്ട്, സുല്ലിയേട്ടൻ്റെ. കഞ്ഞിയും കറിയും മറ്റേ ആ പാലാരിവട്ടം സിഗ്നലിന്റെ അവിടെ അല്ലേ, അതിന്റെ കുഞ്ഞു കട. അത് തന്നെ. അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി കയറി. അങ്ങനെ വൈകുന്നേരം 5 മണി 8 മണി തൊട്ട് 3 മണി വരെ എനിക്ക് ക്ലാസ്. അപ്പോൾ 3 മണി കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് 5 മണിയാകുമ്പോൾ നേരെ കടയിലേക്ക് ചെല്ലും. 5 മണി തൊട്ട് വെളുപ്പിന് 12 മണി വരെ അവിടെ ആയിരിക്കും. കഞ്ഞി എടുത്തു കൊടുക്കുക, പാത്രം കഴുകുക, പിന്നെന്താ സെർവ് ചെയ്യുക, ഫ്രൈ ഒക്കെ ചെയ്യുക, പപ്പടം പൊള്ളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ 12 മണി ആകുമ്പോൾ കട ക്ലോസ് ചെയ്യും. കട ക്ലോസ് ചെയ്യുന്ന സമയത്ത് പാത്രം എല്ലാം കഴുകി എല്ലാം ക്ലീനാക്കി റൂമിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 മണിയാവും. 2 മണി കഴിഞ്ഞ് റൂമിൽ വന്ന് കുളിച്ച് കിടന്നുറങ്ങുമ്പോൾ 3, 3:30, 4 മണിയാവും. രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ പോകണം. അപ്പോൾ രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് അവിടെ ചെന്നിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങി വീഴുക. അപ്പോൾ മിസ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വീഴണ്ട, ഒരു കാര്യം ചെയ്യും, നീ എപ്പോഴാണോ ഉറങ്ങി എഴുന്നേക്കുന്നത് അപ്പോൾ വാ, അല്ലാതെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ 8 മണിയുടെ ക്ലാസ്സിന് ഞാൻ 12 മണിയാകുമ്പോൾ ചെല്ലും, 1 മണിയാകുമ്പോൾ ചെല്ലും, 3 മണി വരെ ക്ലാസ് ഉള്ളൂ. അങ്ങനെ പോയി ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റല് തപ്പാൻ കുറച്ച് ബുദ്ധിമുട്ടി, ലുക്ക് ഇതായതുകൊണ്ട്. പെണ്ണാണെന്ന് പറയുമ്പോൾ അവർക്ക് അല്ല, ഈ പ്രത്യേകിച്ച് ഞാൻ നാടിനെ കുറ്റം പറയുന്നത് ഒന്നുമല്ല, ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ വീട് കൊടുക്കില്ല. അവരുടെ കൂടെ ഒരു ആണുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഓക്കെയാണ്. ഭയങ്കര ക്വസ്റ്റ്യനിങ് ആണ്. അതായത് എന്താണെന്നറിയില്ല, ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസം അത്ര അനുഭവിച്ചിട്ട് എനിക്കിപ്പോൾ വീട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കും വെച്ചിട്ട് എങ്ങനെയാണ് വീട്? എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നേരത്തെ നിന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അവിടെ എന്നെ പുള്ളിക്കാരിയാണ് കൊണ്ട് പരിചയപ്പെടുത്തിയത്. ആ സമയത്ത് എനിക്ക് മുടിയുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. എങ്കിലും കാണുമ്പോൾ
വണ്ണം ഇല്ലാത്തതുകൊണ്ട് ചെറുക്കനാണോ പെണ്ണാണോ എന്നൊരു ചോദ്യം ഉണ്ട്. എങ്കിലും പുള്ളിക്കാരി ഞങ്ങൾക്ക് റൂം തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടിയൊക്കെ വെട്ടുന്നത്. എന്നെ പുള്ളിക്കാരിയാണെങ്കിലും ചക്കാന്നേ വിളിക്കുള്ളൂ. ബോയ് അങ്ങനെ വിളിക്കുക. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ പരിചയം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പുതിയതായിട്ട് റൂമിലേക്ക് വരുന്ന പെൺപിള്ളേരോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഹോസ്റ്റലിനടുത്തേക്ക് വരുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് അടിക്കും. അപ്പോൾ ചില സമയത്ത് ഒരു തവണ എനിക്കൊന്ന് ഹോസ്റ്റലിൻ്റെ അവിടെ ഞാൻ കയറി പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു നിങ്ങളുടെ ഹോസ്റ്റലിലെ കൂട്ടി ചെറുക്കൻ കയറി പോയി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ചെറുക്കനല്ല, അത് പെങ്കൊച്ച, ആള് 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പിന്നെ എൻ്റെ ഫ്രണ്ടിനായിട്ട് ഞാൻ ഹോസ്റ്റലിൽ തപ്പാൻ പോയി. അവൾക്ക് വേണ്ടിയിട്ടൊരു ഹോസ്റ്റലിൽ തപ്പാൻ പോയി. അപ്പം ഞങ്ങളൊരു ഹോസ്റ്റലിൽ ചെന്നിട്ട് അകത്തോട്ട് കയറാൻ നേരത്തെ എന്നെ അവിടെ നിർത്തി. ചെറുക്കന്മാർ കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെറുക്കനല്ല പെങ്കൊച്ച. ഇങ്ങനെ നോക്കി, എന്നാലും കയറണ്ട, അവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പുറത്ത് നിന്ന് പുള്ളിക്കാരി പോയി റൂമൊക്കെ കണ്ടിട്ട് ഓക്കെ പറഞ്ഞ് പോരുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിൽ ഇപ്പോൾ പ്രിയദർശിനി ബസ്സിൽ കയറുമ്പോൾ എനിക്ക് പേടിയാണ്. മീൻസ് കണ്ടക്ടർ എന്ത് ചോദിക്കും, അല്ലെങ്കിൽ കാണുന്നവരെന്ത് വിചാരിക്കും, ഇനി വേഷം മാറി വന്നിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വരുന്നതാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കൂലേ. അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് പോവാണ്, നാളെയാണ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും പറഞ്ഞു ചെന്നിട്ട് പറ, പെണ്ണാണെന്ന് പറ, ഞങ്ങൾക്ക് ഇതുവരെ വിശ്വാസമില്ല. അങ്ങനല്ല, ഇപ്പം ഇതിലൊരു ഇതുണ്ട്. ഇപ്പം ഒരവസ്ഥയാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു അവസ്ഥയാണ്. ചില ഇപ്പം ആളുകളുണ്ട്, അതായത് പുരുഷനായി ജനിച്ച സ്ത്രീയായിട്ട് ആഗ്രഹിക്കുന്നവർ, സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർ പറയുന്നതാണ് അവരുടെ ഐഡന്റിറ്റി. നമ്മൾ എന്താണ് പറയുന്നത് അതാണ് ഐഡന്റിറ്റി. ഞാൻ പറയുന്നത് ഞാൻ ട്രാൻസ്മാൻ ആണ്, ഞാൻ പറയുന്നത് ട്രാൻസ് വുമൺ ആണ്, അതാണ് എൻ്റെ ഐഡന്റിറ്റി. സമൂഹമല്ല, എൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് എൻ്റെ സ്വത്വം എന്ന് പറയുന്നത്, അതാണ് ഞാൻ പുറത്ത് പറയുന്നത്. അത് അപ്പൊ അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് സ്ത്രീയാണെന്ന് നിരന്തരം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണിത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എല്ലാവരുടെ മുന്നിൽ. മീൻസ് ചെറുക്കനാണെന്നുള്ളത് എവിടെ ചെന്നാലും. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ പോലും അത്ര വ്യൂസ് ഒന്നും അധികം ഇല്ല, എങ്കിലും ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇടുന്ന വ്ളോഗാണ്, ട്രാവൽ വ്ളോഗ്. അപ്പോൾ അതിനകത്തൊന്നും അങ്ങനെ അധികം കമൻസ് ഒന്നും വരില്ല, എല്ലാവരും ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. ഈ വീഡിയോ ആണ് കുറച്ചും കൂടി ഒന്ന് വൈറലായി പോയത്. അതിലെല്ലാം വന്നിട്ട് പറഞ്ഞു ചെറുക്കനാണെന്നാണ് ഞങ്ങൾ ഇത്ര നാളും വിചാരിച്ചത്, ഇപ്പോഴാണ് മനസ്സിലായത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെണ്ണാണെന്ന്. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുൾ ടൈം ആധാർ ഉണ്ടാവും കയ്യിൽ, ഫോണിനകത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് എനിക്ക് അങ്ങനെ പേടിയില്ല. ആധാറിലെ ഫോട്ടോയും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം അപ്ഡേറ്റ് ചെയ്യണം, ഞാൻ നാട്ടിൽ പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. ഞാൻ അക്ഷയയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അപ്പം നാട്ടിൽ അപ്പോൾ അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ചെയ്യാത്ത ജോലിയൊന്നും അങ്ങനെ ഇല്ല. മീൻസ് എന്താ പറയുക, കല്ലിയോ വന്നിട്ടുണ്ട്, മണ്ണിയോ വന്നിട്ടുണ്ട്, പാത്രം കഴുകാൻ പോയിട്ടുണ്ട്, സെർവ് ചെയ്യാൻ പോയിട്ടുണ്ട്, ക്യാഷ്യറായിട്ട് ഇരുന്നിട്ടുണ്ട്, പിന്നെന്താ കട മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ മൊത്തം സ്വീപ്പ് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത എല്ലാം ഈ എറണാകുളം അതോ കോട്ടയത്ത് എറണാകുളത്ത് വന്നിട്ടാണ്. മീൻസ് ജീവിക്കാൻ വേണ്ടി. മീൻസ് ഞാൻ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം എനിക്ക് അമ്മ തന്ന ഒരു 30,000 രൂപയാണ്. മീൻസ് കോഴ്സ് ഫീ 25,000 രൂപ, 5,000 രൂപ ഹോസ്റ്റലിൽ കൊടുക്കാൻ. 25,000 രൂപ വന്നപ്പോൾ തന്നെ കോഴ്സിന് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ 5,000 രൂപ ഉള്ളൂ. ഈ 5,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ തപ്പി. പിന്നെ ഹോസ്റ്റലിലൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, ബക്കറ്റ് അത് ഇതെല്ലാം മേടിച്ച് തീർന്നപ്പോൾ തന്നെ പിന്നെ കയ്യിൽ ഒരു 1,000 രൂപയേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി വന്നൊരു 2-3 ആഴ്ച എന്തായാലും പട്ടിണിയായിരുന്നു. മീൻസ് കയ്യിലുള്ള പൈസ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റ് തന്നെ തിന്നോണ്ടിരിക്കും. അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്തപ്പോഴത്തേക്ക് 3 നേരം ഫുഡായി. കഞ്ഞിക്കടയിലല്ലേ കയറിയത്, കഞ്ഞി കുടിക്കാൻ ഇഷ്ടം പോലെ കഞ്ഞി കുടിക്കാൻ, കഞ്ഞി പയർ എല്ലാം. ഞാൻ വർക്ക് ചെയ്തതെല്ലാം ഹോട്ടൽ ഫീൽഡിലാണ്, അതുകൊണ്ട് എനിക്ക് 3 നേരം ഫുഡ് കിട്ടി. അപ്പോഴും എല്ലാവരും ചോദിക്കും 3 നേരം തിന്നിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അതാണ് എൻ്റെ വിഷമം, 3 നേരം തിന്നിട്ടും ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, മീൻസ് ചേച്ചിയുടെ മെസ്സേജ് വരുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഹായ് ഫേബ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കാരണം എനിക്കതിൽ ഭയങ്കര ഒരു ആ ഇതിനല്ല, അങ്ങനെ ഒരാളെ എന്താണല്ലോ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? എവിടെ ആണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ രീതിയിലും ഓരോ സ്ഥലത്തും ഓരോ മനുഷ്യന്മാർ അപമാനിക്കപ്പെട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ നിമിഷം തന്നെ എത്രയോ സ്ഥലത്ത് എത്രയോ രീതിയിൽ ഓരോരുത്തരും അപമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അപമാനങ്ങളും ഒക്കെ താണ്ടി നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ തന്നെ വേണം ഒരു ധൈര്യം. പക്ഷെ ഞാൻ അതിനെ ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് ഒരു സങ്കടമായിട്ട് എടുക്കില്ല. മീൻസ് എന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന മൊമെന്റ് ആണെങ്കിലും എന്നെ ചെറുക്കാന്ന് കയറി വിളിക്കുന്ന, എന്നെ ചെറുക്കാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. മീൻസ് എടാന്ന് വിളിക്കുന്ന ഇഷ്ടമാണ്. എന്നെ കൂടുതലും എല്ലാവരും ഫേസ്ബുക്കിൽ വിളിക്കുന്ന മാത്താന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫേബാച്ചാന്ന് വിളിക്കും. അങ്ങനെയൊക്കെ
അപ്പം എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടല്ല, വിഷമം അധികം വരാറില്ല, എങ്കിലും ചില സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ വിഷമം വരാറുണ്ട്. ഇതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞപ്പോഴും ഓർത്തത്, കൂട്ടുകാരൊക്കെ എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടോ? ഇഷ്ടം പോലെ. നാട്ടിലാണെങ്കിലും കൊച്ചിയിൽ വന്ന് പരിചയപ്പെട്ടവരാണെങ്കിലും പിന്നെ എന്താ പറയാ, എവിടെയെങ്കിലൊക്കെ പോകും കൂട്ടുകാരുടെ കൂടെ, എവിടെയെങ്കിലൊക്കെ പോയിട്ട് അവരിങ്ങനെ പരിചയപ്പെടുത്തും, ഇത് ഫേബ എന്ന് പറയുമ്പോൾ ആ അളിയ എന്തുണ്ട്, അളിയനല്ല അത് പെണ്ണ പറയും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒരു ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു പറയണ്ട, പെണ്ണാണെന്ന് പറയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടീമൊക്കെ തിരിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് എല്ലാവരും ഗ്രൂപ്പായിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവന് പറഞ്ഞു ഈ ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു നല്ലതായിട്ട് കളിച്ചു, കുഴപ്പമില്ല. ചെറുക്കനല്ല പെണ്ണാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നു, പെണ്ണോ ഇത് പെണ്ണോ, അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലർ വന്ന് പരിചയപ്പെടും, ഓക്കെ പെണ്ണാണല്ലേ, എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുവാണോ എന്നൊക്കെ പറഞ്ഞ് വന്ന് പരിചയപ്പെടും. ചിലർ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ മാറി നിന്നേക്കാം എന്ന് തോന്നിയ ആരുമില്ല. എല്ലാവരും വന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ആരും മോശമായ രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് പോകുന്നു, ഇനിയും അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ തന്നെ ചോദിക്കുന്നത്, ഈ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ, ഈ ട്രാൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ആളുകളുടെ ഒരു സംശയം മാത്രമാണത്, നമ്മളിങ്ങനെ ആണോ അല്ലയോ എന്നുള്ളത്. ഇനിയിപ്പം ഞാൻ ഇപ്പം ഫേബ തന്നെ പറയുന്നുണ്ടോ, ഫേബയ്ക്ക് സ്ത്രീയായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നാണോ, അതോ ഇനിയൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ, എന്താണ് ശരിക്കുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ആയിരുന്ന സമയത്ത് അവർ ഗേൾസ് തന്നെയായിരുന്നു. അതിൽ ഒരാൾ ട്രാൻസ്മാനായിട്ട് സർജറിയൊക്കെ ചെയ്ത് മാറി, ഇപ്പം അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്താണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ കൂടെ തന്നെ എനിക്ക് ചെയ്താലും മതി. അപ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കളിയൊക്കെ ചോദിക്കും, ഇനി സർജറിയൊക്കെ ചെയ്ത് ആണാൻ പോകണോ. ഞാൻ പറയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. 28 വയസ്സാവുന്നു, 28 വയസ്സിനിടയ്ക്ക് ഇതുവരെ എനിക്ക് സർജറി ചെയ്യണം അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ആണായി മാറണം, ഫുള്ളി ഒരു ആണായി മാറണം, സർജറിയൊക്കെ ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് പോട്ടെ എന്നുള്ളൊരു രീതിയിൽ മാത്രം. ബോഡി പിന്നെ കാണുമ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ദേ ഒരു ചെറുക്കം നിൽക്കുന്നു, അങ്ങനെ എല്ലാവരും ചോദിക്കും. ഇപ്പൊ ബോഡിയെ കുറിച്ച് പറഞ്ഞു, ഇതൊരാളുടെ സ്വകാര്യതയും കൂടിയാണ് കേട്ടോ. ബോഡിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്കൊരു പ്രായത്തിൽ തോന്നുന്ന, കൗമാരത്തിൽ തോന്നുന്ന കുറെ പ്രണയം അതൊക്കെ ഉണ്ടാവണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരാളെ തോന്നുമ്പോൾ ഒരു ഇഷ്ടം, ഇത്തരം ഫീലിങ്സുകളൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അന്നൊന്നും വലിയ ലുക്കില്ലാത്തതുകൊണ്ട് സെറ്റായില്ല. ഇന്ന് വലിയ ലുക്കാണ്. താങ്ക് യു. ഓക്കെ, പിന്നെ എങ്ങനെ പോകുന്നു ഫേസ്ബുക്കിലെ കാര്യങ്ങളും? കുറെ പേര് മെൻഷൻ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഫേസ്ബുക്ക് തന്നെയാണ്. അതിൽ ഒത്തിരി പേരെന്ന് പറയാൻ പറ്റില്ല, ഫേസ്ബുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ആരും 99% ആൾക്കാരും സപ്പോർട്ടാണ്. അതിൽ കുറച്ച് പേര് മാത്രം വല്ല സർക്കാസമായിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ ഇങ്ങനെ ചോദിക്കുന്നവരുള്ളൂ, ആണാണോ പെണ്ണാണോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എന്തിനാ ഇങ്ങനെ നടക്കണേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും സപ്പോർട്ടാണ്. എന്നെ ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നതിനെ മാത്രം എന്നാണ്. അത് ഫേബ മത്തായിച്ചൻ എന്ന് പേരും ഇട്ട് സിൽക്ക് സ്മിതയുടെ ഫോട്ടോയും ഇട്ടിട്ട് ഒരു ചെറുക്കം നിൽക്കുന്ന ഫോട്ടോ ഇട്ടാൽ ഉറപ്പായിട്ട് അവർ ചിന്തിക്കുക ഫേക്ക് ഐ ഡി ആണ് എന്നുള്ളതാണ്. അതിനുശേഷം ഇങ്ങനെ കമന്റ് ബോക്സിലാണെങ്കിലും ഇൻബോക്സിലൊക്കെ ആണെങ്കിലും വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, പെണ്ണാണോ ആണാണോ ട്രാൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നേരത്തെ തൊട്ടേ കേട്ട് ഞാനിത് മടുത്തു. അപ്പം ഇപ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ക്യൂരിയോസിറ്റി ഒന്നും തോന്നാറില്ല. അടുത്ത ചോദ്യം വന്നു, അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും കൂടെ എക്സ്പ്ലനേഷൻ കൊടുത്ത് എനിക്ക് ഇതാക്കാൻ വയ്യ, ഒറ്റയ്ക്കൊരു വീഡിയോ ഇടാം. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ, അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടു, ഞാനൊരു സെൽഫ് ഇൻട്രോ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കും അറിയണം, എന്നെ കാണാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ ഇടുമെങ്കിലും കാണാത്തവരുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കും കാണാമല്ലോ, ആളെ ഒന്ന് കാണാം, എങ്ങനെയാണെന്നറിയാം, ശബ്ദം. ബ്ലോഗൊക്കെ ചെയ്യുമെങ്കിലും എന്നെ ഞാൻ അധികം കാണിക്കാറില്ല, മടി കൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒരു സെൽഫ് ഇൻട്രോ വീഡിയോ ഇടാം. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നാട്ടിൽ പോയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഞങ്ങളവിടെ പോയി ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഫേസ്ബുക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. മീൻസ് മാക്സ് വില്യംസ്, റിക് ഗ്രൈംസ്, സ്പെക്മാൻ, ഒത്തിരി ആൾക്കാർ. ഇവരെല്ലാവരും എപ്പോഴും പറയും നീ വീഡിയോ ചെയ്തിട്ട് എല്ലാവരും അറിയട്ടെ. അക്സ, കേരളി സസി, എൻ്റെ ഹോസ്റ്റലിലുള്ള എല്ലാവരും പറയും നീ ചെയ്തിട്ട് എല്ലാവരും അറിയട്ടെ. മീൻസ് നീ ഇങ്ങനെയാണ്, യുണീക്കാണെന്നുള്ളത് അറിയട്ടെ. നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാതെ പുറത്തോട്ട് വാ, ഇങ്ങനെ പറഞ്ഞു. ഞാനും വിചാരിച്ചു വ്ളോഗൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ കൂടെ വരുന്നവരെ കാണിക്കും, പോകുന്ന സ്ഥലം കാണിക്കും, കഴിക്കുന്നത് എന്താണെന്ന് കാണിക്കും, ഞാൻ എന്നെ കാണിക്കാറില്ല. അപ്പം എല്ലാവരും ചോദിക്കും നീ എന്താ നിന്നെ കാണിക്കാത്ത, നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപകർഷതാബോധം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. മീൻസ് വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇടയ്ക്ക് തോന്നുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് തന്തയ്ക്ക് വിളി കേട്ടാലും കുഴപ്പമില്ല, കാണിച്ചേക്കാം.
അങ്ങനെ. പക്ഷെ ഞാൻ അത് തെറിവിളി വിചാരിച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷെ അതിനകത്ത് ആരും തെറി വിളിച്ചിട്ടില്ല. അല്ല, ആരും തെറി വിളിക്കാന്നല്ല, ഞാൻ പറഞ്ഞില്ല, എന്നെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്ത, ഒരാളായിട്ടിരിക്കാൻ നമ്മളുടെ വിചാരം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കുറച്ച് പേര് ചോദിക്കുന്നതാണ് ചോദ്യങ്ങൾ, അവരാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. അല്ല, നമ്മൾ കം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അസുഖമല്ല, ഇതാണ് എൻ്റെ അവസ്ഥ, നമ്മളുടെ ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയ വന്നതിലുള്ള ഒരു പ്രധാന ഗുണം, ഒരു ഗുണം ഇതുണ്ട്, അതുണ്ട്, നെഗറ്റീവ് വശം വേറെ ഉണ്ട്, എടുത്തിട്ട് കൊടുക്കും, പക്ഷെ ഇത് ചേർത്ത് പിടിക്കും, ഭയങ്കരമായിട്ടും ചേർത്ത് പിടിക്കും. അപ്പൊ അത് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. ആ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാൻ വിളിച്ചത്. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ, ഒരാളുടെ ലൈഫ് മാറാൻ ഒരു സെക്കൻഡ് മതിയല്ലോ. തീർച്ചയായും അതല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അത് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടത്. ഫേസ്ബുക്കിൽ ഏതാണ്ട് ഒരു 36,000 സംതിങ് വ്യൂസ് ഉണ്ട്. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 70 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. അതിൽ ഒത്തിരി പേര് എനിക്ക് കമ്മ്യൂണിറ്റി നാളിലും കുറെ പേര് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്, നല്ലതായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ആൾക്കാർ. അതിലും ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇല്ല. ഞാനത് ആദ്യം നോക്കി, സത്യമായിട്ടും ഞാൻ അരിച്ചു പെറുക്കി മൊത്തം നോക്കിയിട്ടും നെഗറ്റീവ് കമന്റ്സ് ഒന്നും കാണുന്നില്ല. എല്ലാവരും പറഞ്ഞത് നീ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഇപ്പൊ ഇതൊക്കെ ആരാ ചോദിക്കാൻ പോകുന്നത്, ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പോകുന്നവരോടൊക്കെ പോയി പണി നോക്കാൻ പറ, ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ കമന്റ് ഇടാൻ എളുപ്പമാണ്. ഞാൻ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ കുറച്ച് ഹാർഷാണ്. മീൻസ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു സ്കൂളാണ്. അപ്പോൾ എന്നെ അറിയുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ പുറകെ പോയി നിൽക്കുക. ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, മോനേടാ ഇവിടെ ആണുങ്ങളുടെ ക്യൂവിൽ വന്നു. ഞാൻ സാറേ ഞാൻ പെങ്കൊച്ച ഇങ്ങനെ നോക്കി, എന്താ പെങ്കൊച്ചോ? അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ചേച്ചി ആൻറ്റിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെങ്കൊച്ച സാറേ, എൻ്റെ വീടിനടുത്തുള്ള അവൾ മുടി വെട്ടിയതാന്ന് പറഞ്ഞു. ആ ശരി, ഓക്കെ ഫൈൻ. അങ്ങനെ അകത്ത് കയറി കയ്യിൽ മഷിയൊക്കെ തേച്ച് വോട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങാൻ നേരത്തെ തന്നെ തിരിച്ച് വിളിച്ച് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ? എന്നാൽ ആധാർ കാർഡിലെ ഫോട്ടോയും നീയും തമ്മിൽ ഒരു മാച്ചും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് മുടിയുണ്ട്, ആധാർ കാർഡിലെ ഫോട്ടോയിൽ മുടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇല്ല, അത് ഞാൻ തന്നെയാണ്, അത് ഇപ്പം ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്, ഇത് പഴയ ഫോട്ടോയാണ്, +2 പഠിക്കുമ്പോഴുള്ള ഫോട്ടോയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വിട്ടില്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇല്ല പറ്റത്തില്ല, നിൽക്കാൻ പറഞ്ഞു. പിന്നെ അറിയുന്ന 1-2 പേരൊക്കെ വന്ന് സംസാരിച്ച് ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ഐഡന്റിറ്റി തീർച്ചയായിട്ടും. പിന്നെ പോലീസുകാരൊക്കെ വന്ന് എന്നോട് സംസാരിച്ചു കേട്ടോ, കണ്ടാ പറയില്ല പെങ്കൊച്ചാണെന്ന് കണ്ടാ പറയില്ല. അല്ല, എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞേക്കൊരു പെണ്ണാണെന്ന് ചിന്തിക്കുന്ന ഇപ്പം ബന്ധകോസുകാർ കമ്മലും മാലയിടത്തിലായിരിക്കും, മറ്റുള്ളവർ കമ്മലും മാലയിടും. പിന്നെ രണ്ടാമത് അവർ ശ്രദ്ധിക്കുന്ന ബ്രസ്റ്റാണ്. ഡെഫിനറ്റ്ലി, ഉറപ്പായിട്ടും. അത് ഇപ്പം എവിടെ പോയാലും പെണ്ണാണെന്ന് പറയുമ്പോൾ അവരാദ്യം ഇങ്ങനെ നോക്കും, ബ്രസ്റ്റ് ഇല്ലല്ലോ, അങ്ങനെ നോക്കും. അപ്പം അത് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, എന്തെങ്കിലുമൊക്കെ പറച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കും. അവരുടെ ചോദ്യത്തിൽ ആദ്യം ചോദിക്കുമ്പോൾ പെണ്ണാണെന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടാ നോക്കുക. അതെ, അതാണ് പെണ്ണിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ മുടിയും കൂടി ഇല്ലാത്തതുകൊണ്ട്. മുടിയും കൂടെ അതാണ് പ്രശ്നം. ഇനിയിപ്പോ മുടി ഉണ്ടെങ്കിലും മുടി വളർത്തുന്ന ആൺപിള്ളേരുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞ് മീശ ഇങ്ങനെ ഒരു കിളിപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആറ്റിറ്റ്യൂഡും, അതായത് ഫെബയുടെ മാനറിസങ്ങൾ, ഇതിപ്പോ ഈ ലുക്കില് പെണ്ണിന്റെ മാനറിസങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡൗട്ട് അടിക്കില്ല, വീണ്ടും ട്രാൻസ് ആണോ എന്ന് ചോദിച്ചു, ഒരുപാട് രീതിയിൽ ട്രാൻസ് ആണോ എന്ന് ചോദിച്ചാൽ. ഇതിപ്പം മാനറിസം ഫുള്ള് പക്ക ഒരു എന്താ പറയാ, ഒരു ആണുങ്ങളുടെ ഞാൻ പറയുന്നില്ല, ഒരു മസ്കുലിൻ ഉണ്ട്, അതാ ആ ഒരു ഫീലുണ്ട്. എന്താണല്ലോ ഫെബ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയുന്നില്ലെന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എല്ലാവരും നമ്മളിപ്പം ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവരവരുടെ സന്തോഷത്തിന് ഓരോന്ന് ചെയ്യുമ്പോൾ നിസ്സാരം കൊണ്ട് കളിയാക്കി നമ്മളെ ഡൗൺ ആക്കും. അപ്പോഴാണ് പിന്നീട് നമ്മളെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ആണോ, പിന്നെ സോറിയായി, പിന്നെ ഭയങ്കര ഇതായി. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജാൻമണീനെ സത്യമായിട്ടും എല്ലാവരും കൂടെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ കളിയാക്കും. ചീത്തയല്ല, കളിയാക്കാനാ. പക്ഷേ ആ പ്രൊട്ടസ്റ്റിന് വേണ്ടി ഏറ്റവും ആദ്യം ഇവിടുന്ന് പോയത് എനിക്ക് തോന്നുന്നു ജാൻമണിയാണെന്ന്. അത് കണ്ടപ്പോ എല്ലാരും മാറി. അതായത് അവരൊക്കെ അങ്ങനെ തന്നെയാണ്, അവരൊക്കെ അങ്ങനെ തന്നെ. കാരണം തെരുവിലാക്കപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ തെരുവിലിറങ്ങിയവരുടെ വേദന അറിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവരെല്ലാം ഓടി പോയത്. അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ഇഷ്ടത്തോടെ നിൽക്കുക. എനിക്കറിയില്ല കേട്ടോ, ഈ വീഡിയോ കണ്ടാല് ഏതെങ്കിലും ഡോക്ടേഴ്സ് കോണ്ടാക്ട് ചെയ്യട്ടെ, നമുക്ക് നല്ലൊരു, ഞാനൊരു ഹോപ്പ് വെക്കുന്നുണ്ട്. കാരണം നമുക്കിതൊരു ഒരു സ്റ്റഡി എങ്കിലും ആയിട്ടൊന്നും എടുക്കാമല്ലോ. ഇപ്പൊ വന്നാലും എനിക്കിങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അല്ല, ഇഷ്ടം എന്നല്ല, നമുക്കതൊന്നും അറിയാമല്ലോ, ഇതെന്താണ്, ഇതിന് ബാക്കി എന്താണ് എന്നെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ ഫെബ ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മേനെ അച്ഛനെയും പ്രത്യേകം ചോദിച്ചെന്ന് പറയുക. കാരണം വളരെ റെയർ ആയിട്ടാണ് ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ, ഗ്രാമം തന്നെ പറയേണ്ടി വരും. എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞ സ്ഥലമൊക്കെ, വരുന്നവരെ ഇത്രയും സപ്പോർട്ട് ചെയ്ത്
പേരൻസ് നിർത്തുന്നത്. അത് ഒറ്റ മോളാണ്, എന്നിട്ടും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഗ്രേറ്റ് പേരൻസ് ആണ്. ചോദിച്ചെന്ന് പറയുക, ഫ്രണ്ട്സിനെ എല്ലാവരോടും ചോദിച്ചെന്ന് പറയുക. ഞങ്ങളുടെ ഒരു ചാനലിൽ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.